യേശു അവരോട് ഉപമകളിലൂടെ സംസാരിച്ചു. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. ചിലത് വഴിയരികെ വീണു. വഴിയരികെ വീണത് ഒരുവൻ വചനം കേട്ട ഉടനെ സാത്താൻ വന്ന ആ വചനത്തെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് കളയുന്നതാകുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് വചനം വിതയ്ക്കുന്ന ഉപമ പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ 4 തലങ്ങൾ വെളിപ്പെടുത്തി. അതിലൊന്നാണ് വഴിയരികെ വീണത്. വഴിയരികെ വീണ വിത്ത് വചനം ഒരുവൻ കേട്ട ഉടനെ. പ്രിയപ്പെട്ടവരെ, വാക്ക് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. യേശു ഈ ഉപമ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു നിർത്തി, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധയോടെ കേൾക്കണം. വചനം കേട്ട ഉടനെ സാത്താൻ വചനം എടുത്തു കളയുന്നു. നോക്കൂ, നിങ്ങളുടെ അകത്ത് വചനം വീഴാതിരിക്കുവാൻ, നിങ്ങളത് ഗ്രഹിക്കാതിരിക്കുവാൻ, നിങ്ങളുടെ അകത്ത് വചനം വേരൂന്നാതിരിക്കുവാൻ ശത്രു നിങ്ങളുടെ അകത്ത് വചനം കേട്ട ഉടനെ എടുത്തു കളയുന്നു. അപ്പോൾ നാം എന്ത് മനസ്സിലാക്കണം? നിങ്ങളുടെ അകത്ത് വചനം കടക്കുന്നത് പിശാച് ഭയപ്പെടുന്നു. നിങ്ങൾ വചനം ഗ്രഹിക്കുന്നത് പിശാച് ഭയപ്പെടുന്നു. എന്തുകൊണ്ട് ഭയപ്പെടുന്നു? യേശു കർത്താവിനെ പിശാച് പരീക്ഷിക്കുമ്പോൾ യേശുവിനെ ഉയർന്ന മലയിൽ കൊണ്ടുപോയിട്ട് പിശാച് സകലതും കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം എൻ്റെയാണ്. എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഇത് മുഴുവൻ ഞാൻ തരാം. യേശു കർത്താവ് ആ പരീക്ഷയെ ജയിച്ചത്, അല്ലെങ്കിൽ പിശാച് യേശുവിൻ്റെ അടുക്കൽ വന്ന് പരീക്ഷിച്ച എല്ലാ പരീക്ഷയും ജയിച്ചത് എഴുതപ്പെട്ടിരിക്കുന്ന വചനം കൊണ്ടാണ്. ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പരീക്ഷകളെ ജയിച്ചത് വചനം കൊണ്ടാണ്. ദൈവവചനം ആത്മാവിൻ്റെ വാളാണ്. ദൈവത്തിൻ്റെ വചനം തീയാണ്. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള വാളാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വചനം ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങളുടെ അകത്ത് വചനം വീണാൽ, നിങ്ങൾ വചനം ഗ്രഹിച്ചാൽ, യേശു ഉറപ്പ് തരുന്നു, നിങ്ങൾക്ക് 100 മേനി വിളവുണ്ടാകും, നിങ്ങൾക്ക് വർധനവുണ്ടാകും, നിങ്ങൾക്ക് സമാധാനമുണ്ടാകും, നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങൾ ഇന്ന് പകൽ കേൾക്കുന്നത് ശത്രു കവർന്നെടുക്കാതിരിക്കുവാൻ, അത് ഗ്രഹിക്കുന്നത് വരെ കേൾക്കുക. അത് നിങ്ങളുടെ അകത്ത് വേരൂന്നട്ടെ. അത് നിങ്ങളുടെ അകത്ത് ഇടം പിടിക്കട്ടെ. അതെ, 100 മേനി വിളവാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.